ആൽഫ ട്യൂബിലേക്ക് സ്വാഗതം. മൊബിലിറ്റി സെക്ടറുമായി ബന്ധപ്പെട്ട ഏതൊരു ചർച്ചയിലും വളരെ വിശകലനം ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ടാക്സി സംവിധാനം. ഈ ടാക്സി സംവിധാനം നമ്മുടെ പരമ്പരാഗത രീതിയിൽ ഒരു ടാക്സി, ഓരോ സ്റ്റേഷനിലും ഓരോ ടാക്സി, ആ ടാക്സി നമ്മൾ പോകുന്നു, പോകേണ്ട സ്ഥലം പറയുന്നു, നമ്മളവിടെ കൊണ്ടുവിടുന്നു, അത് അങ്ങോട്ട് പോകുന്നതിന്റെയും ഇങ്ങോട്ട് പോകുന്നതിന്റെയും ഡബിൾ ചാർജ് ഈടാക്കുന്നു, നമ്മളത് പേ ചെയ്യുന്നു. ഒരുപക്ഷെ നമുക്ക് തിരിച്ചു വരാനുണ്ടെങ്കിൽ അവിടെ ടാക്സി കിടന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് കാത്തിരുന്നിട്ട് നമ്മൾ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പരമ്പരാഗത രീതിയായിരുന്നു മുന്നിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ സംവിധാനം പലയിടത്തും നിലനിൽക്കുന്നുണ്ട്, വളരെ കംഫർട്ടബിൾ ആയിട്ട് പോകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിൽ ഒരുപാട് പെയിൻ പോയിന്റ്സ് ഉണ്ട്, ഒരുപാട് സങ്കീർണതകളുണ്ട്. അതിൽ ഒന്ന് രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ ദൂരത്തേക്ക് ഒരു ടാക്സി വിളിക്കുമ്പോൾ പലപ്പോഴും അവിടെ പോയി വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. വെയിറ്റ് ചെയ്യേണ്ട സമയം ഡ്രൈവർക്ക് നഷ്ടമാണ്. ആ വെയിറ്റിംഗ് പീരീഡിൽ ഉള്ള കൂലി കൊടുക്കുന്നത് യാത്രക്കാരനും നഷ്ടമാണ്. അതിനെ പരിഹരിച്ചുകൊണ്ട് കൂടിയാണ് റൈഡ് ഷെയറിംഗ് ആപ്പുകൾ, ഓല, ഊബർ പോലെയുള്ള റൈഡ് ഷെയറിംഗ് ആപ്പുകൾ, മുമ്പ് ടാക്സി ഫോർ ഷുവർ, അങ്ങനെ പല, ഇപ്പോൾ ഉള്ള ഓല, ഊബർ ഇത്രത്തോളം വളരുന്നതിന് മുമ്പ് വളരെ ചെറിയ തോതിൽ ആരംഭിച്ച ടാക്സി ഷെയറിംഗ് ആപ്പുകൾ ഉണ്ടായിരുന്നു. ഈ സംവിധാനത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായി ഡ്രൈവർക്കാണെങ്കിലും. ഉദാഹരണത്തിന് ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ഭാഗത്ത് നിന്ന് തിരിച്ച് ആ ഡ്രൈവർ കാലിയായിട്ട് ഓടേണ്ടി വരുന്നില്ല. തിരിച്ച് വീണ്ടും സ്റ്റേഷനിൽ എത്തിയിട്ട് സ്റ്റാൻഡിൽ മുന്നിലുള്ള ടാക്സിക്കാർക്ക് ഓട്ടം കിട്ടി മാറുന്നത് വരെ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എവിടെയാണോ പോകുന്നത് അതിന് സമീപ പ്രദേശങ്ങളിൽ നിന്ന് വീണ്ടും ബുക്കിംഗ് കിട്ടുന്നു, അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം തന്നെ കൂടുതൽ ടാക്സി ഓട്ടങ്ങൾ കിട്ടാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ റൈഡ് ഷെയറിംഗ് ആപ്പുകൾ ഡ്രൈവർക്ക് സഹായകമായി. അതോടൊപ്പം തന്നെ വളരെ പാർട്ട് ടൈം ആയിട്ട്, ഫുൾ ടൈം ജോലി ഇല്ലാതെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് ടാക്സിലുള്ള അവസരം ഇത് തുറന്നു കൊടുത്തു. അല്ലെങ്കിൽ ഒരു IT സെഗ്മെന്റിലോ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവര് അവരുടെ ജോലിയുടെ സമയം കഴിഞ്ഞതിന് ശേഷം പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു. സ്റ്റുഡൻസ് ആ രീതിയിലുണ്ടായിരുന്നു. ആപ്പിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവർക്ക് പലയിടത്തുനിന്നും റൈഡ് പിക്കപ്പ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. അവർ പോകുന്നതനുസരിച്ചിട്ട് അവരെവിടേക്കാണോ പോകുന്നത് ആ പോകുന്ന വഴിയിലുള്ള അവർക്ക് ടാക്സി, അവർക്ക് ഓട്ടം പിക്കപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അങ്ങനെ നിരവധി ഗുണങ്ങൾ അവർക്ക് ഈ ടാക്സി റൈഡ് ഷെയറിംഗ് ആപ്പ് ഈ ഡ്രൈവർമാർക്ക് ഓഫർ ചെയ്തു. അതേ രീതിയിൽ തന്നെ യാത്രക്കാർക്ക് അത് നൽകിയ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്ന, അവർക്ക് ഡബിൾ ചാർജ്, റിട്ടേണിന് കൂടി ചേർത്തിട്ടുള്ള ടാക്സി ഫെയർ കൊടുക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ഏത് ഭാഗത്തേക്കാണോ പോയത് അതിന്റെ ഫെയർ മാത്രം കൊടുത്താൽ മതി. അവർക്കൊരു വെയിറ്റിംഗ് എന്നുള്ള രീതിയിൽ പ്രശ്നം വരുന്നില്ല. നമ്മളൊരു പുതിയൊരു സിറ്റിയിലേക്ക് പോകുമ്പോൾ ആ സിറ്റിയിൽ ഒരു രജിസ്റ്റർ ചെയ്യപ്പെട്ട, അവരുടെ ID കാർഡും എല്ലാം രജിസ്റ്റർ ചെയ്യപ്പെട്ട പേരും ഒക്കെ ഡീറ്റെയിൽസും അറിയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഡ്രൈവറുടെ വണ്ടി അവർക്ക് ബുക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള കുറച്ചും കൂടെ ഒരു സേഫ്റ്റി ഫീലിംഗ് തരുന്ന ഒരു സംവിധാനം അവർക്ക് എടുക്കാൻ കഴിയുന്നു. അതോടൊപ്പം യാത്രക്കാർ വണ്ടിയിൽ കയറി കഴിയുമ്പോൾ ഏത് ഭാഗത്തേക്കാണോ അവർക്ക് പോകേണ്ടത് ആ ഭാഗത്തേക്കുള്ള യാത്രാ മാർഗം, റൂട്ട് മാപ്പ് അവർക്ക് കൃത്യമായിട്ട് അവരുടെ മൊബൈലിൽ ലഭിക്കുന്നു. അതുകൊണ്ട് അവർ എത്ര സമയത്തിനുള്ളിൽ എത്തും, ഏത് റൂട്ടിലാണ് പോകേണ്ടത്, റൂട്ട് മാറിപ്പോകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് നോക്കാൻ കഴിയുന്നു. ഇങ്ങനെ അനവധി ഗുണങ്ങൾ ഈ റൈഡ് ഷെയറിംഗ് ആപ്പ് ഇത് നൽകി. അപ്പൊ പല രാജ്യങ്ങളിലും പല പേരുകളിൽ ഇത് ഉണ്ട്. അമേരിക്കയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളത് ഊബർ കൂടാതെ ലിഫ്റ്റ് എന്ന് പറയുന്ന LYFT. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള സിംഗപ്പൂർ, തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ ഗ്രാബ് ടാക്സിയാണ്. അവിടെ ഷെയറിംഗിൽ ഉപയോഗിക്കുന്ന ബ്ലാ കാറുണ്ട്. പിന്നെ യൂറോപ്പിലെ ജർമ്മനി പോലെയുള്ള യൂറോപ്യൻ കൺട്രികളിൽ ബോൾട്ട് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. അങ്ങനെ പല സ്ഥലത്തും പല രീതിയിലുള്ള റൈഡ് ഷെയറിംഗ് ആപ്പുകൾ ഇന്ന് വളരെ ലഭ്യമാണ്. ഇത് വളരെയധികം ഒരു അനുഗ്രഹമായിരിക്കെ തന്നെ അത് പലപ്പോഴും അത് ഉപയോഗിക്കപ്പെടുകയും ചതിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. എക്സില്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എക്സിന്റെ ഒരു ഹാൻഡിലില് ഒരു ലേഡി പാസഞ്ചർ കമ്മ്യൂട്ടർ എയർപോർട്ടിലേക്ക് ഒരു ടാക്സി വിളിക്കുന്നു. ആ ടാക്സി യാത്രാമധ്യേ ഒരു ഫ്യൂൽ സ്റ്റേഷനിൽ കയറുന്നു. അവിടെ ഫ്യൂൽ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 1000 രൂപ വേണം എന്ന് നിർബന്ധപൂർവ്വം പറയണം. ഇതില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഒരു നിർബന്ധിക്കുന്ന 1000 രൂപ വാങ്ങുന്ന ഒരു അവസരം ഉണ്ടാകുന്നു. എന്നാൽ ആ റൈഡ്
മൊത്തത്തിൽ അവർക്ക് 800 രൂപയാണ് ബില്ലിങ് വന്നത്. പക്ഷേ ഈ തിരിച്ച് ഒരു 200 രൂപ അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ അവർ കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യം അവർ പറയുന്നു. ഈ 800 രൂപ പോലും ഒരു ഡൈവേർട്ട് ചെയ്തുള്ള റൂട്ട് ഓടിയിട്ടാണ് ഇത്രയൊരു പ്രൈസിലേക്ക് അവർ എത്തിച്ചതെന്ന് കൂടി പറയുന്നു. അപ്പൊ ഇങ്ങനെ ഉള്ള കബളിപ്പിക്കൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ പല രീതിയിൽ ഈ ഇത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടും നെറ്റ്വർക്ക്ഡ് ആയിട്ടും കണക്റ്റഡ് മൊബിലിറ്റി ആയിട്ട് കൂടി പാസഞ്ചേഴ്സ് കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് പൊതുവെ ഉണ്ടാകുന്ന ചില തട്ടിപ്പുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കരുതിയിരിക്കേണ്ടതുണ്ട്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പം ചെന്നൈ എയർപോർട്ടിൽ വന്നിറങ്ങിയ പല സമയത്തും അവിടെ ബുക്ക് ചെയ്ത ക്യാബ് അല്ലെങ്കിൽ ഓട്ടോ, ക്യാബ് ഏതാണെങ്കിലും അവര് വന്ന് നമ്മുടെ ബുക്കിംഗ് എടുക്കാൻ നേരം പറയും, സർ ആ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തേരാം. ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിട്ട് ഡയറക്റ്റ് എൻ്റെ അടുത്ത് നിന്ന് എടുക്കും. ഇവർ എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കമ്മീഷൻ എടുക്കുന്നുണ്ട്. സോ ആ കമ്മീഷൻ എടുക്കാതെ എനിക്കും ഗുണപ്പെടും, അഡ്ജസ്റ്റ് ചെയ്ത് പോകാം സാർ എന്ന് പറയുന്ന ഒരു ഓഫർ. അപ്പൊ നമുക്ക് വളരെ സെന്റിമെന്റ്സ്, ഒരു മാനുഷികമായ പരിഗണന തോന്നി. പാവപ്പെട്ടൊരു ടാക്സി ഡ്രൈവർക്ക് ഒരു ഗുണമാകുമല്ലോ, ഈ മൾട്ടിനാഷണൽ കുത്തകയ്ക്ക് എന്തിനാണ് കാശ് കൊടുക്കുന്നത് എന്നുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ സെന്റിമെന്റ്സിലേക്ക് നമ്മളെ കൊണ്ടുപോവുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. കാരണം അത് രണ്ട് രീതിയിൽ തെറ്റാണ്. ഒന്ന്, നമുക്ക് ആ റൈഡ് ഷെയറിംഗ് ആപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്തിരിക്കുന്നത് ടാക്സി ഡ്രൈവർ അല്ല, പ്രൈമറിലി പ്രാഥമികമായിട്ട് അത് ഇതിന്റെ ഓണറായിട്ടുള്ള, ഈ റൈഡ് ഷെയറിംഗ് ആപ്പിന്റെ ഓണറായിട്ടുള്ള പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ളവരാണ്. ആ ബിസിനസ് ഓൺ ചെയ്യുന്നവർ ഒരിക്കലും നമ്മൾ ചതിച്ചുകൊണ്ടാകരുത് അതിന്റെ ഒരു ഫർദർ യൂട്ടിലൈസേഷനിലേക്ക് പോകേണ്ടത്. കാര്യം അതാണ് നമ്മൾ പ്രൈമറിലി യൂസ് ചെയ്ത് നമ്മളെ കണക്ട് ചെയ്തത്. അപ്പോൾ ഒരിക്കലും അവരെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ പോകുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു നീതികേടാണ്. ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. രണ്ടാമത്, നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഓടും എന്നിവർ പറയുമെങ്കിലും നമ്മൾ ആ റൈഡ് ഷെയറിംഗ് ആപ്പുമായിട്ടുള്ള കണക്ഷൻ അവിടെ ഡിസ്കണക്ട് ആകുമ്പോൾ, നമ്മളത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് തുടർന്നുള്ള ട്രാക്കിംഗ് പൂർണ്ണമായിട്ടും നമ്മൾ നഷ്ടമാകുകയാണ്. പിന്നെ ടോട്ടലി ഈ ഡ്രൈവറുടെ കയ്യിലാണ്, ക്യാബ് ഡ്രൈവറുടെ കയ്യിലാണ് നിങ്ങളുടെ എല്ലാം. ഓക്കെ, നിങ്ങളുടെ സുരക്ഷിതത്വം, നിങ്ങളുടെ എത്രയാണ് ചാർജ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാം നമ്മളത് കൈമാറുകയാണ്. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് അതിനെ വളരെയധികം തന്ത്രപൂർവ്വം ഉപയോഗപ്പെടുത്താൻ കഴിയും. പ്രത്യേകിച്ച് ഒരു അസമയത്തോ വളരെ പുലർച്ചെയൊക്കെയാണ് നമ്മൾ ഈ ഒരു സർവീസ് എടുക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ആ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. പിന്നെ വേറൊരു തന്ത്രം അവർ ഉപയോഗിക്കുന്നത്, ഇത് OTP വരും. നമുക്ക് വൺ ടൈം പാസ്വേഡ് ഉണ്ടല്ലോ, നമ്മുടെ ബുക്ക് ചെയ്ത ആളെയും ഡ്രൈവറെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്, കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ OTP. ആ OTP അവരിടാറ്, സർ OTP വേണ്ട, നമുക്കല്ലാതെ തന്നെ പോകാം, കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെയല്ല, OTP ഇട്ട് മാത്രമേ പോകാവൂ എന്ന് നമ്മൾ കർശനമായിട്ട് അവിടെ ഇൻസിസ്റ്റ് ചെയ്യണം. എനിക്ക് മുന്നിൽ വന്നിട്ടുള്ള പല അനുഭവങ്ങൾ വെച്ചിട്ട് കൂടിയാണ് ഇത് പറയുന്നത്. കാരണം OTP കൊടുത്തില്ല എങ്കിൽ അവിടെ നമുക്ക് കണക്ടിവിറ്റി വരുന്നില്ല, ആപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തോ നമ്മൾ എവിടെയാണ് എന്നൊന്നും അറിയാൻ കഴിയില്ല. സോ അതുകൊണ്ട് വളരെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ആ OTP കൊടുത്ത് തന്നെ നമ്മൾ റൺ ചെയ്യണം. മൂന്നാമത്തെ ഒരു വിഷയം എന്നത്, പലപ്പോഴും ഈ മാപ്പ് നമ്മൾ എവിടെയാണ്, ഒരു പുതിയ സ്ഥലമാണെങ്കിൽ, നമുക്ക് പരിചിതമായ സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പുതിയൊരു സ്ഥലമാണ് എങ്കിലും ഒരു ഒരു അസമയമാണെങ്കിലൊക്കെ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ഈ മാപ്പിലെ റൂട്ട് കാണിക്കുന്ന റൂട്ട് മാപ്പിലേക്ക് കൂടി നമ്മളത് നോക്കണം. നമ്മൾ റൈറ്റ് ഡയറക്ഷനിലാണോ, എന്തെങ്കിലും ഒരു ഡീവിയേഷൻ നമ്മളെടുത്ത് കാര്യമായിട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട്. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും റൈഡിന്റെ ഇടയിൽ നമുക്ക് എന്ത് ആവശ്യം പറഞ്ഞാലും ഒരു അഡ്വാൻസ് ആയിട്ട് അവർക്ക് തുക കൊടുക്കുന്ന, ഒരു കാശ് കൊടുക്കുന്ന രീതി നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഒരു മെഡിക്കൽ എമർജൻസിയോ മറ്റു കാര്യങ്ങളാണെങ്കിൽ അത് വേറെ വിഷയം. അല്ലാതെ ഫ്യൂവൽ ഫിൽ ചെയ്യാനാണ്, ടോൾ കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇത് പ്രത്യേകമായിട്ട് ചാർജ് ഈടാക്കുകയാണെങ്കിൽ, ടോൾ കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം, ഈ ടോൾ ഇതിൽ ഇൻക്ലൂഡ് അല്ല എങ്കിൽ. പക്ഷേ ഒരു കാരണവശാലും ഡ്രൈവർക്ക് അഡ്വാൻസ് ആയിട്ട് കാശ് കൊടുക്കുന്നത് അതൊരു നമ്മൾ തന്നെ സ്വയം ഒരു ട്രാപ്പിലേക്ക്, കെണിയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആണ് പോകുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്, സ്വയം നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്, നമ്മൾ സ്വയം സൂക്ഷിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും അധികം നല്ല ഒരു റെഗുലേഷൻ കൊണ്ടുവരേണ്ട ഒരു മേഖല കൂടിയാണ് ഈ ടാക്സി സേഫ്റ്റി. അതോടൊപ്പം അവർ ചൂഷണം ചെയ്യാതിരിക്കേണ്ടത്. കാരണം ഒരു നഗരത്തിലേക്ക് കടന്നു വരുന്ന ഒരു സഞ്ചാരിക്ക് ആ നഗരത്തിന്റെ ആദ്യം കാണുന്ന മുഖമാണ്, അനുഭവമാണ് ഒരു ടാക്സി ഡ്രൈവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഓട്ടോ എടുത്താലും ടാക്സി എടുത്താലും ഇപ്പോൾ റാപ്പിഡോ പോലെ 2 വീലർ ഷെയറിംഗ് ഉൾപ്പെടെയുള്ള പല മാർഗങ്ങളുണ്ടല്ലോ. അപ്പൊ നാട് കാണാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ,
അത് ആ നഗരത്തിന്റെ, ആ നാടിന്റെ മുഖമായിട്ടാണ് അവരുടെ മനസ്സിൽ പതിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് ആ നാടിനെ പറ്റിയിട്ടുണ്ടാകുന്ന ഒരു ഇമേജ്, അത് സുന്ദരമാകാൻ, അത് വളരെ ഊഷ്മളമാകാൻ, അത് അവർ വീണ്ടും അതിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു സൗഹൃദമുള്ള ഒരു കസ്റ്റമറിനെ സൗഹൃദമുള്ള ഒരു ടാക്സി സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഗുലേഷൻസ് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നതുമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുന്നത് വളരെ നല്ല മനുഷ്യന്മാരെ നമ്മൾ കാണുന്നു, വളരെ ഹെൽപ്പിംഗ് ആയിട്ടുള്ളവരെ നമ്മൾ കാണുന്നു, നല്ല സംഭവങ്ങളും കുടുംബകാര്യങ്ങളും ഒക്കെ പറഞ്ഞ് വളരെ ജോളിയായിട്ട് പോകുന്നവരെ നമ്മൾ കാണുന്നു. കൃത്യമായ പൈസ മാത്രം എടുത്ത് കറക്റ്റായിട്ട് നമ്മളെ എത്തിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. പക്ഷെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്ര പൂർണ്ണമായിട്ടും തകരാറിലാവും, ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും, ഒരുപാട് സ്ട്രെസ് ആൻഡ് ടെൻഷൻ ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ കൊണ്ട് നമ്മൾ കുറച്ച് കരുതലോടുകൂടി സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഇരിക്കൽ വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് ആംഫാറ്റോപ്പിൽ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ, ചോദ്യങ്ങൾ, സംശയങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടും, നമ്മുടെ ചർച്ചയിലും തുടർന്നും പ്രയോജനപ്പെടും. ആംഫാറ്റോപ്പിൽ വീണ്ടും പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം. ബൈ.